നമസ്കാരം. ജമന്തി ചെടികളിൽ വീണ്ടും വീണ്ടും പൂക്കൾ വന്ന് നിറയുന്നതിനെ കുറിച്ചുള്ള 2-3 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് കണ്ടോ. ഇതിലൊക്കെ താഴെ ഇരിക്കുന്ന ചെടികൾ നോക്കുക. ഇവിടെ ഇരിക്കുന്ന പല പ്രാവശ്യം പൂക്കൾ വന്നു കഴിഞ്ഞതാണ്. ഇത് കണ്ടോ. പഴക്കമുള്ളതാണ് ഇതൊക്കെ. അതുപോലെ ഹൈബ്രിഡ് ആയാലും നാടനായാലും നമ്മൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ ജമന്തി ചെടികളിൽ എന്നും നിറഞ്ഞ പൂക്കളുണ്ടാവും. സാധാരണ നഴ്സറികളിൽ നിന്നും ഈ വലിപ്പമുള്ള ചെടികളായിരിക്കും കിട്ടുന്നത്. ഇങ്ങനത്തെ ചെറിയ പോട്ടിലായിരിക്കും. അതിൽ നിറഞ്ഞ പൂക്കളും ഉണ്ടാവും, മുട്ടുകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ പൂക്കൾ ഒരു മാസം നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഒരു മാസം നിൽക്കുന്ന കഴിഞ്ഞാൽ പിന്നെ അത് ഫെയ്ഡാവും. അപ്പോൾ പൂക്കൾ ഫെയ്ഡാകാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് പകുതി വെച്ച് കട്ട് ചെയ്യുക. ഈ തണ്ടുകളൊക്കെ പകുതി വെച്ച് കട്ട് ചെയ്യുക. അതുപോലെ അതിൻ്റെ താഴെയുള്ള ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയുക. താഴെയുള്ള കുറച്ച് ഇലകൾ ഈ മണ്ണിൽ മുട്ടിയിരിക്കുന്നതും അതുപോലെ പഴുത്ത് തുടങ്ങിയതൊക്കെ കട്ട് ചെയ്യുക. എന്നിട്ട് ഇത് റീപ്പോർട്ട് ചെയ്യണം. റീപ്പോർട്ട് ചെയ്യുമ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ ഈ സൈഡൊക്കെ ഇതൊക്കെ കൊട്ടിയിട്ട് ഈ പോട്ടെടുത്ത് വലിയ പോട്ടിലേക്ക് സെറ്റ് ചെയ്യുക. വലിയ പോട്ടിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ അടിയിൽ കുറച്ച് മണ്ണ് ജൈവവളമൊക്കെ ചേർത്ത് മണ്ണ് ഇടുക. അതുപോലെ അതിൻ്റെ സൈഡിലും മണ്ണ് ഇടണം. കാരണം ഈ വേരുകൾ പൊട്ടി ഇതിൽ നിന്നൊക്കെ തൈകൾ താഴെ നിന്ന് വരും. അപ്പോൾ വേരുകളൊന്നും കളയാത്ത രീതിയിലായിരിക്കണം നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇവിടെ താഴെയുള്ള ചെടികളിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. പിന്നീട് കട്ട് ചെയ്താണ് നമ്മൾ കൂടുതൽ ബുഷിയാക്കുന്നത്. ഇപ്പോൾ ഈ ഇതിപ്പോൾ 3-4 പ്രാവശ്യമായിട്ട് വന്ന് നിൽക്കുന്നതാണ്. ഈ പൂക്കൾ വീണ്ടും ഫെയ്ഡാകാൻ തുടങ്ങിയാൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ചെനപ്പുകൾ വരും. അതുപോലെ താഴെ വേരുകളിൽ നിന്നും പുതിയ തൈകൾ മുളച്ച് വരികയും ചെയ്യും. അങ്ങനെയാണ് ഇതൊക്കെ ഇത്രയും ബുഷിയായിരിക്കുന്നത്. ഇപ്പം നാടനായാലും ഹൈബ്രിഡ് ആയാലും നമ്മൾ ഈ രീതിയിൽ ചെയ്താലാണ് എന്നും ഇതിൽ പൂക്കൾ വന്നറിയുകയും ചെയ്യും. ഇനി ഹൈഡ്രാഞ്ചിനെ കുറിച്ചൊരു വീഡിയോ അടുത്ത് തന്നെ ഉണ്ടാവും. താങ്ക്സ് ഫോർ വാച്ചിങ്.